ബിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരുപാട് ആൾക്കാർ പല സമയങ്ങളിലായിട്ട് ഈ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അതിന് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി നൽകാമെന്ന് കരുതിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ബിഡ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ കൊടുത്തിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക, അതല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പാസ്വേഡ് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ല, നിങ്ങൾ യുഎയിലുള്ള സമയത്തായിരിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്, യുഎന്ന് ക്യാൻസൽ ചെയ്ത് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു നമ്പർ ക്യാൻസൽ ആയിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതിന് ഒരു കിടിലൻ സൊല്യൂഷൻ ഉണ്ട്. പ്രീവിയസ് നമ്പറിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആണ് വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതേ മെസ്സേജ് ബിഡ് മെയിൽ ഐഡിയും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെയിലിലേക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു കമാൻഡ് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്നും കുറച്ച് മെയിൽ ലഭിക്കും. അതിൽ നിന്ന് അവർ റീപ്ലൈ അയച്ചിട്ടുള്ള മെയിലിൽ നിന്ന് പാസ്വേഡ് ക്വയറി കൺഫർമേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലിക്ക് ഹിയർ ടു റീസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് പുതിയത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 8 മുകളിലുള്ള ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉൾപ്പെടുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക. ന്യൂ പാസ്വേഡ് കൺഫർമേഷൻ എന്നുള്ള ഭാഗത്ത് റിപ്പീറ്റഡ്ലി ആ ഒരു പാസ്വേഡ് തന്നെ അടിച്ച് കൊടുക്കുക. അതിനുശേഷം ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഞാനൊരു പുതിയ പാസ്വേഡ് അടിക്കുകയാണ്. ഞാൻ പാസ്വേഡ് അടിച്ചതിന് ശേഷം ഇവിടെ കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു പാസ്വേഡ് പുതിയത് ആഡ് ചെയ്തതിന് ശേഷം മെയിലിലേക്ക് വന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒരു പുതിയ മെയിൽ വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ക്ലിക്ക് ഹിയർ ടു വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ കാണുന്ന സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇമെയിൽ അഡ്രസ് അടിച്ച് കൊടുക്കുക. പിന്നെ സെക്യൂരിറ്റി കോഡ് അടിച്ച് കൊടുക്കുക. ഞാൻ ഇമെയിൽ അഡ്രസ്സും സെക്യൂരിറ്റി കോഡും അടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള പുതിയ പാസ്വേഡ് അടിച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ പുതിയ പാസ്വേഡ് അടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം സൈൻ ഇൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന മുകളിൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് മൈ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് മൊബൈൽ നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ഏത് രാജ്യത്താണോ ആ ഒരു കോഡ് അടിക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ അടിക്കുക. ചേഞ്ച് മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ ആയിരിക്കും പുതിയ മൊബൈൽ നമ്പർ. അതായത് ഈ ഒരു അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേ രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ബിഡ് എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് വില അറിയിക്കുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.